അപ്പോൾ ഇന്നത്തെ ചുരിദാറൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായി? ഇന്നത്തെ മേക്ക് ഓവർ ഇഷ്ടമായോ? അപ്പോൾ ഒരു പുതിയ അടിപൊളി മേക്ക് ഓവറുമായിട്ട് ഞാനിതാ വന്നു ഗൈസ്. നമ്മുടെ ചുരിദാറൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചൊരു ഔട്ട്ലുക്ക് തന്നെ തയ്ച്ച് വന്നു കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട്. എനിവേ നമ്മൾ ഈ ചുരിദാർ ഡൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഡൈ ചെയ്ത് മേടിച്ചതാണ്. അപ്പം നല്ലൊരു ബ്ലാക്ക് കളറാണല്ലേ, ഒരു ഇൻറ്റൻസ് ഡീപ്പ് ബ്ലാക്ക് കളറാണ്. അപ്പോൾ അതിന് ചേരുന്ന ഒരു ഷൂസും എല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓർണമെൻറ്റ്സ് വന്നിട്ട് നേരത്തെ ആ ഒരു വിഷുവിൻ്റെ സ്പെഷ്യൽ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ ഒരു ഡ്രസ്സിന് മേടിച്ചതാണ് ആ ഒരു ഓർണമെൻറ്റ്സ്. നമ്മുടെ തീജ് എന്ന് പറയുന്നൊരു പേജിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ സ്ഥിരം കസ്റ്റമറാണ് ആ ഒരു പേജിൻ്റെ. അപ്പോൾ എനിവേ എനിക്ക് നല്ല ക്വാളിറ്റി ഓഫ് ജ്വല്ലറീസ് ആയിട്ട് എനിക്ക് തോന്നി. നല്ല ക്വാളിറ്റി ഉള്ള ജ്വല്ലറീസാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഡ്രസ്സിന് നല്ല ആപ്റ്റായിട്ടുണ്ട്. ഈ ഒരു കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ജ്വല്ലറീസ് വാങ്ങിയത്. പിന്നെ വിഷുവിൻ്റെ ഷൂട്ടിന് അന്ന് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ, വെറുതെ. എനിവേ ഇതാണ് നമ്മുടെ ഔട്ട്ലുക്ക്. നമുക്കിനി ഈ ഒരു ഔട്ട്ലുക്കിലേക്ക് ഞാൻ എങ്ങനെ വന്നു എന്നുള്ളത് കാണാം. നമുക്ക് മേക്ക് ഓവർ വീഡിയോ കാണാം. ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഡിഫറെൻറ്റ് ലുക്കിലാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ കോസ്റ്റ്യൂമും ജ്വല്ലറീസും എല്ലാം ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ നന്നായിട്ട് ടാൻ ആയിട്ടുണ്ട് കേട്ടോ. റീസെൻ്റ് ഞാൻ പുറത്തൊക്കെ പോയി എപ്പോഴും ടൂ വീലറിനൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ടാൻ അടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഭയങ്കരമായിട്ട് സ്വെറ്റ് ആവുകയാണ്. അപ്പോൾ നമുക്ക് ഫേസ് ടോണിങ്ങിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ പിക്സിയുടെ ടോണറാണ് യൂസ് ചെയ്യുന്നത്. അതൊരു കോട്ടൺ പാഡിലെടുത്ത് ഫേസിൽ നന്നായിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. ടോണർ വളരെ എസെൻഷ്യലാണ് കേട്ടോ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ഓപ്പൺ പോഴ്സ് എല്ലാം ക്ലോസ് ചെയ്യാനും നന്നായിട്ട് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യാനും എല്ലാം നല്ലതാണ്. ദെൻ നമ്മൾ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. എംബ്രലൈസിൻ്റെ മോയ്സ്ചറൈസറാണ് ഇത്. ആക്ച്വലി ഒരു മേക്കപ്പ് മോയ്സ്ചറൈസറാണ്. മറ്റ് മോയ്സ്ചറൈസർ പോലെയല്ല ഇത് മേക്കപ്പിന് ബേസായിട്ട് കൊടുക്കാൻ വളരെ നല്ലൊരു മോയ്സ്ചറൈസറാണ്. മേക്കപ്പ് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യാനും ആക്ച്വലി ഒരു പ്രൈമറായിട്ട് കൂടെ ഇത് ആക്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഫേസിൽ നല്ലൊരു ഗ്ലോ തരാനായിട്ട് ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് വേറെ ഇല്ല. ഇത് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോ ഫിനിഷ് ആവുന്നുണ്ട്. അപ്പം നമുക്കൊരു ഗ്ലോ ഫിനിഷ് വരുന്ന മേക്കപ്പാണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളത്. സോ നമ്മൾ നെക്കിലും അതുപോലെ ഫേസിലും നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നു. ദെൻ നമ്മൾ മാക്കിൻ്റെ പ്രിപ്പ് ആൻഡ് പ്രൈമാണ്. ഒരു എക്സ്ട്രാ ഗ്ലോ തരുന്നൊരു സാധനമാണ്. അതുപോലെ നല്ലൊരു മേക്കപ്പ് ബേസാണ്. അതൊന്ന് സെറ്റ് ആവട്ടെ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുകയാണ്. ദെൻ നമ്മൾ മാക്കിൻ്റെ തന്നെ കറക്റ്റർ പാലറ്റിലെ ഒരു ഷെയ്ഡ് എടുത്ത് നമ്മൾ കറക്ഷൻ ചെയ്ത് കൊടുക്കുകയാണ്. എവിടെയൊക്കെ നമുക്ക് ടാൻ ഉണ്ടോ അല്ലെങ്കിൽ ഡിസ്കളറേഷൻ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഏറ്റവും നല്ല ഹാൻഡ്സ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അത് അബ്സോർബ് ആവുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആണ് ഇങ്ങനെ ചെയ്യുന്നത്. ദെൻ നമ്മൾ അടുത്തായിട്ട് ടാർട്ടയുടെ കൺസീലർ വെച്ചിട്ട് നന്നായിട്ടൊരു ഐ ബേസ് കൊടുക്കുകയാണ്. നല്ലൊരു കൺസീലറാണ് കേട്ടോ. നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കൺസീലറാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലൊരു ഐ ബേസ് ആണ് കേട്ടോ ആക്ച്വലി. ദെൻ നമ്മൾ അനസ്താഷ്യ സോഫ്റ്റ് ഗ്ലാം പാലറ്റിൽ ഒരു ബ്രൗൺ കളർ വെച്ചിട്ട് നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ക്രീസ് ഒരു കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് എക്സ്ട്രാ ഫീച്ചേഴ്സ് കിട്ടും കേട്ടോ. നമ്മുടെ കണ്ണ് നല്ല എടുത്ത് നിൽക്കും. അത് വളരെ യൂസ്ഫുള്ളാണ്. നമ്മൾ ആ ഒരു ഐസിൻ്റെ ഒരു ഫോൾഡ് വരുന്ന ഭാഗവും അതുപോലെ തന്നെ ഔട്ടർ കോർണറുമാണ് മെയിനായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ ഹ്യൂഡ ബ്യൂട്ടി പാലറ്റിൽ ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് പിങ്ക് കളർ, ഒരു വല്ലാത്ത കളറാണ് കേട്ടോ. അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം ലൈറ്റായിട്ടുള്ളൂ കേട്ടോ. മിനിമലായിട്ടുള്ളൊരു ഐ മേക്കപ്പാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ഒരു ഔട്ടർ കോർണറിൽ നമ്മൾ ആദ്യമേ കോണ്ടോർ ചെയ്ത് കൊടുത്ത പോർഷനിൽ നമ്മൾ 2-3 ഷെയ്ഡ്സ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിട്ടുള്ള ബ്രൗൺ കളറ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2-3 ഡിഫറെൻറ്റ് ബ്രൗൺ കളറ്. ദെൻ നമ്മൾ മാക്കിൻ്റെ കാജൽ വെച്ചിട്ട് നമ്മളൊരു സ്മഡ്ജ് ലുക്കാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ലൈനർ ചെയ്യുന്ന പെൻസിൽ വെച്ചിട്ട് നമ്മൾ വരച്ചു കൊടുത്തു. അതിനുശേഷം സ്മഡ്ജ് ചെയ്യുന്ന പെൻസിൽ വെച്ച് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ഐ മേക്കപ്പാണ് ഈ ഒരു ലുക്കിന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 2 സ്മഡ്ജ് ചെയ്ത് കൊടുക്കുവാണ്. നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നു. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. ദെൻ ലൈറ്റായിട്ടൊരു ടെയിലിട്ട് കൊടുക്കുന്നു. ഇനി നാഴ്സിൻ്റെ ഫൗണ്ടേഷൻ വെച്ചിട്ട് നമ്മൾ ഫേസ് ഡോട്ട്സ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഫൗണ്ടേഷൻ വളരെ ലൈറ്റായിട്ട് മതി, ഒരുപാട് ഹെവി മേക്കപ്പ് ഉദ്ദേശിക്കുന്നില്ല. ദെൻ നമ്മൾ ചാർലറ്റ് ടിൽബുറിയുടെ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു. ദെൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ ഈ സ്പോഞ്ച് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
നമ്മൾ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ടാറ്റയുടെ കൺസീലർ വെച്ചിട്ട് ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഹൈലൈറ്റിംഗ് പോർഷനിലെല്ലാം നമ്മുടെ ഫേസിൽ എവിടെയൊക്കെ ലൈറ്റ് വീഴുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫീച്ചേഴ്സ് ഒന്നുകൂടി എടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നും. ദെൻ നന്നായിട്ട് സ്പഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. സ്പഞ്ച് ഒന്ന് വെറ്റാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എന്താണെങ്കിലും മസ്റ്റായിട്ട് ചെയ്യണം. ദെൻ മാക്കിൻ്റെ ലിപ് പ്രൈമർ വെച്ചിട്ട് നമ്മൾ ലിപ്പൊന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. ദെൻ അണ്ടർ ഐ ഏരിയയിൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് കാജലൊക്കെ എഴുതി അതുപോലെ തന്നെ നമ്മൾ ഐ ഷാഡോസ് ബ്രൗൺ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ദെൻ നമ്മൾ ബെനഫിറ്റിൻ്റെ ബാഡ് ഗേൾ മസ്കാര വെച്ചിട്ട് ഒന്നുകൂടി നമ്മൾ കണ്ണൊന്ന് എടുത്ത് നിൽക്കട്ടെ. അടിപൊളിയായിട്ടിരിക്കുന്നു. ഇനി നമ്മൾ ഹ്യൂഡ ബ്യൂട്ടി ലിപ്സ്റ്റിക്കാണ്. ഹ്യൂഡ ബ്യൂട്ടി തേർഡ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. അത് ഓൾമോസ്റ്റ് തീർന്ന ഷെയ്ഡാണ്. ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തതാണ്. അത് വെച്ചിട്ട് ലിപ്പും അതുപോലെ തന്നെ കവിളും നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നു. ആഹാ, നല്ല അടിപൊളി ലുക്കായിട്ടുണ്ടല്ലേ. ഇനി പാക്കിൻ്റെ ഐബ്രോ ജെല്ല് വെച്ചിട്ട് ഐബ്രോസ് നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു. ആഹാ, അടിപൊളി. നമ്മുടെ മേക്കപ്പ് ദേ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി വരുന്നു. ഇനി ഇതേ ലിപ് ഗ്ലോസും കൂടെ ഉണ്ടല്ലോ. ലിപ് ഗ്ലോസ് അതിന് മുമ്പായിട്ട് നമുക്കിതേ മാക്കിൻ്റെ സെറ്റിങ്സ് പൗഡർ വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഇനി നമ്മൾ ഫൈനലി ലിപ് ഗ്ലോസ് തന്നെ ഇടണം. അതിന് മുമ്പ് സെറ്റിംഗ് സ്പ്രേ ഉണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് റെഡി ആയി. ലാ 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 ലാ. ഇനി ദേ ഹ്യൂഡ ബ്യൂട്ടി ലിപ് ഗ്ലോസും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ആഹാ, മൊത്തത്തിൽ സെറ്റായി. എന്തൊക്കെ പണികളാണല്ലേ ഒന്ന് റെഡി ആയിട്ട് പോകണമെങ്കിൽ. എന്തോരം പണികളാണോ മതി. എനിക്ക് വയ്യ, എന്നെക്കൊണ്ട് വയ്യ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പരിപാടികൾ കേട്ടോ. ഇന്നത്തെ മേക്ക് ഓവർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് എൻ്റെ വളയൊക്കെ കണ്ടോ, ഒരു പ്രത്യേക ഡിഫറെൻറ്റ് ടൈപ്പാണല്ലേ. അത് ഞാൻ TGയിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ. അത് ഞാൻ ഇവിടെ ഉള്ളൊരു ലേഡീസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. റെയർ കളക്ഷനായിട്ട് തോന്നി. അപ്പോൾ എനിവേ ഇന്നത്തെ നമ്മുടെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് പട്ടി ഷോ ആവാം അല്ലേ. കുറച്ച് ഷോ ഇട്ടതാണ്. ഷോളൊക്കെ ഷോളിൻ്റെ ആ ഒരു സീക്വൻസ് വർക്ക് കണ്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ജസ്റ്റ് ഞാൻ തലയിലിട്ട് നോക്കിയതാണ്. നല്ല രസമുണ്ടല്ലേ. പള്ളിയിലൊക്കെ പോകുമ്പോൾ എനിക്ക് തലയിലിടാൻ ഭയങ്കര ഇഷ്ടമാണ് ആ ഷോള്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സൈഡിലത്തെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിവേ ഇതാണ് നമ്മുടെ ലുക്ക്. അതേ കുറച്ച് പട്ടി ഷോയാണ്. എക്സ്ട്രാ പട്ടി ഷോ കേട്ടക്കട്ടെ. അപ്പോൾ നമ്മുടെ എക്സ്പൾസിൽ ഒന്ന് ഈ ഡ്രസ്സ് ഒരു റീൽസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിവേ എക്സ്പൾസ് ഈ ഒരു ഹീൽസ് ഇട്ടിട്ടും എനിക്ക് കാലെത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ റാലി കിറ്റ് കയറ്റിയ വണ്ടിയാണ്. സോ നല്ല ഹൈറ്റാണ്.